ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ സച്ചി ആ ഡോക്ടറെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രേവതി ചോദിക്കും, ഇത് ആരാ ഇപ്പോൾ പോയത് എന്ന് ചോദിക്കും. അത് ഡോക്ടറാ, അമ്മയ്ക്ക് വയ്യ, അപ്പം അമ്മേനെ നോക്കാൻ വേണ്ടി വന്നതാ വെച്ച് പറയും കേട്ടോ. അമ്മയ്ക്ക് വയ്യാന്നോ, അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് വെച്ചിട്ട് രേവതി ഉള്ളിലേക്ക് ഓടുകയാണ്. എന്നിട്ട് രേവതി എന്നിട്ട് അയ്യോ അമ്മ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ രേവതി ഇന്ന് അമ്മ എന്താ കഴിച്ചതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ രേവതി പറയും അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും ഇഡ്ഡലിയും സാമ്പാറും അല്ലാതെ എന്താ എന്നിങ്ങനെ ചോദിക്കും. അവൾക്ക് മാത്രം എങ്ങനെ കഴിച്ചിട്ട് ഇത് വരുന്നത്, നമ്മളൊക്കെ ഇതേ ഭക്ഷണം തന്നെയല്ലേ ഇവിടെ നിന്ന് കഴിക്കണേ, പിന്നെ നമുക്കൊന്നും വരാണ്ട് ഇവൾക്ക് മാത്രം എങ്ങനെ ഫുഡ് പോയ്സൺ കഴിക്കണേ ചോദിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കും ഞങ്ങൾക്കൊന്നും തരാണ്ട് അമ്മ എന്തെങ്കിലും തിന്നിരുന്നോ ചോദിക്കും. അപ്പം നിങ്ങൾക്കൊന്നും തരാണ്ട് ഞാനൊന്നും തിന്നാറില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും അമ്മ തിന്നാറൊക്കെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും തരാണ്ട് അമ്മ ഓരോന്നൊക്കെ ഉണ്ടാക്കി തിന്നാറുണ്ടോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ രവി പറയും ഇവൾക്ക് ഇത്തിരി പൂച്ചയെ പാല് കട്ട് കുടിക്കുന്ന പോലത്തെ ഒരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും വന്നതാവും എന്നിങ്ങനെ പറയും. അപ്പോൾ രേവതി പറയും അമ്മ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിരുന്നു എന്നിങ്ങനെ പറയും. പൈനാപ്പിൾ ജ്യൂസോ, അത് കുടിച്ചുകൊണ്ട് ഇപ്പോൾ എന്താ വയ്യാതെയൊന്നും ആവില്ലല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കും എന്തേ പൈനാപ്പിൾ നാശം ഇത് വല്ലതും ആയിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി അല്ലല്ല അത് ഞാൻ അല്ലല്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ സച്ചി പറയും അത് അച്ഛൻ വാങ്ങിയോണ്ടെന്ന പൈനാപ്പിൾ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ രവി പറയും ശ്രുതിയോട് ഞാനിവിടെ ആർക്കും ഒന്നും വാങ്ങിയോടന്നിട്ടൊന്നും ഇല്ല എന്നിങ്ങനെ പറയും ശ്രുതി എന്ന് പറയും കേട്ടോ. അപ്പോൾ അല്ല അച്ഛനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയോണ്ടെന്നൊന്നും രേവതി പറയുന്നു എന്ന് പറയും. അപ്പോൾ ഞാൻ ആരും ഇഷ്ടത്തിന് വേണ്ടിയിട്ടൊന്നും ഇവിടെ ഒന്നും വാങ്ങാറൊന്നുമില്ല, ഞാൻ അങ്ങനെ ആർക്കും വേണ്ടിയിട്ടൊന്നും വാങ്ങാറില്ല എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ രേവതി മരുന്നൊഴിച്ച കാര്യമൊക്കെ രേവതി പറയാണ്. അങ്ങനെ സച്ചി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. പുറത്തേക്ക് പോയതിന് ശേഷം നമ്മുടെ രേവതി പറയും ഞാൻ നിങ്ങളെ കുടി മാറ്റാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ രേവതിയുടെ മടിയിൽ കിടന്ന് സച്ചി കരയാണ്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.